Hi students, welcome back to our GS class. Today we are going to discuss about insects and flowers. Okay, insects and flowers. Do you know why flowers are attractive? നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സ് എന്തുകൊണ്ടാണ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? അട്രാക്റ്റീവ് മാത്രമല്ല കളർഫുള്ളാണ് അല്ലേ, അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും. This is to attract insects such as bees and butterflies. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ബട്ടർഫ്ലൈസിനെയും ബീസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ഫ്ലവേഴ്സ് ഇത്ര കളർഫുള്ളായിട്ടിരിക്കുന്നത്. How the butterflies and flowers help flowers in making fruits? എങ്ങനെയാണ് ഫ്ലവേഴ്സിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാകാനായിട്ട് ബട്ടർഫ്ലൈസും ബീസും ഹെൽപ്പ് ചെയ്യുന്നത്? The fruits are formed when the pollens of a flower are transferred to the carpel of another flower of the same type. അതായത് ഒരേ ടൈപ്പിലുള്ള രണ്ട് ഫ്ലവേഴ്സ്, അതിൽ ഒരു ഫ്ലവറെ വന്ന് ബട്ടർഫ്ലൈ വന്നിരിക്കുമ്പോഴത്തേന് അതിൻ്റെ ബോഡിയിൽ എന്ത് പറ്റിപ്പിടിച്ചിരിക്കും? പോളൻസ് പറ്റിപ്പിടിച്ചിരിക്കും അല്ലേ. ദ പോളൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ കാർപ്പൽ ഓഫ് ദ അനദർ ഫ്ലവർ. എന്നിട്ട് ഈ ബട്ടർഫ്ലൈ പോയി വേറൊരു അതേപോലെ ടൈപ്പ് ഫ്ലവറിൻ്റെ കാർപ്പലിൽ പോയിരിക്കുമ്പോഴത്തേന് ഈ പോളൻസ് എല്ലാം ആ ഫ്ലവറിൻ്റെ കാർപ്പലിൽ എത്തും. സോ വെൻ ദ ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് കം ടു സക്ക് നെക്ടർ, ദ പോളൻസ് സ്റ്റിക്ക് ടു ദെയർ ബോഡീസ്. When they visit the next flower of the same type, they deposit the pollen on them. അതായത് ഈ ബീസും ബട്ടർഫ്ലൈസും എന്തിനു വേണ്ടിയിട്ടാണ്? നെക്ടർ സക്ക് ചെയ്യാനായിട്ടാണ് ഫ്ലവേഴ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവയുടെ ശരീരത്തിൽ പറ്റുന്ന പോളൻസ് അതേ ടൈപ്പ് ഫ്ലവർ നെക്സ്റ്റ് ഫ്ലവറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിന് ഈ പോളൻസ് ഈ ബട്ടർഫ്ലൈസൊക്കെ നെക്സ്റ്റ് ഫ്ലവറിൻ്റെ കാർപ്പലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. Wind and rain also transfer pollens of one flower to another flower of the same type. അതായത് ഒരേ ടൈപ്പ് രണ്ട് ഫ്ലവേഴ്സ് വിൻഡിലൂടെയും അതുപോലെ റെയിൻ, ഇത് രണ്ടും പോളൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഫ്ലവേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. When the pollens get deposited on the another flower, the flower changed into fruit. അതായത് പോളൻസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഫ്ലവർ എന്തായിട്ട് മാറും? ഫ്രൂട്ട്സ് ആയിട്ട് മാറും. ദ പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ ഫോൾസ് ഓഫ് ആൻഡ് എ ടൈനി ഫ്രൂട്ട് ബിഗിൻ ടു ഗ്രോ. അതായത് ഇതിന് പെറ്റൽസ് എല്ലാം, ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ ചെറിയ ഫ്രൂട്ട്സ് വളരാൻ തുടങ്ങും. ദ ടൈനി ഫ്രൂട്ട്സ് ദെൻ ബിക്കം ബിഗർ ഇൻ സൈസ് ആൻഡ് ഇറ്റ്സ് കളർ ചേഞ്ചസ് വൺസ് ഇറ്റ് ബിക്കം റൈപ്പ്. അങ്ങനെ ഈ ഫ്രൂട്ട്സ് അവിടെ ഇരുന്ന് വളർന്ന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് അങ്ങനെ അതവിടെ പഴുക്കാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. വി നോ ദാറ്റ് ദ ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ടു ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ്. ഫ്രൂട്ട്സിൽ എന്തുണ്ട്? സീഡ്സ് ഉണ്ട്. സം ഫ്രൂട്ട്സ് സച്ച് ആസ് മാംഗോസ് ഹാവ് വൺ സീഡ്. അതായത് മാംഗോയിൽ എത്ര സീഡ് കാണാൻ പറ്റും നമുക്ക്? ദർ ഈസ് വൺ സീഡ് ഇൻസൈഡ് ദ മാംഗോ. ആൻഡ് ദ ഫ്രൂട്ട്സ് ലൈക്ക് വാട്ടർമെലൻ ഹാവ് മെനി സീഡ്സ്. അതായത് വാട്ടർമെലൻ, പപ്പായ, ഇതിലൊക്കെ വി ഹാവ് മെനി സീഡ്സ്. ന്യൂ പ്ലാന്റ്സ് ജെർമിനേറ്റ് ഫ്രം ദ സീഡ്സ് ഇഫ് ദേ ഗെറ്റ് റൈറ്റ് കൈൻഡ് ഓഫ് സോയിൽ, വാട്ടർ, വാർമത്ത് ആൻഡ് എയർ. എന്നിട്ട് ഈ ഓരോ സീഡ്സിനും അതിനാവശ്യമുള്ള സോയിലും വാട്ടറും വാർമത്തും എയറും കിട്ടിക്കഴിയുമ്പോഴത്തേനും ഇത് ന്യൂ പ്ലാന്റ് ആയിട്ട് വളരാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സീഡ് ഡിസ്പേഴ്സൽ. What is seed dispersal? The process of scattering of the seeds away from the mother plant is called seed dispersal. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സീഡ്സ് ഒക്കെ വിൻഡിലൂടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൂപ്പൻ താടിയൊക്കെ കണ്ടിട്ടില്ലേ? അതെന്താണ്? സീഡ്സ് ആണ്. ദ പ്രോസസ് ഓഫ് ദ സ്കാറ്ററിങ് ഓഫ് സീഡ്സ് away from the mother plant. അതായത് മദർ പ്ലാന്റിൽ നിന്ന് ഇത് തെറിച്ച് അകന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സീഡ് ഡിസ്പേഴ്സൽ. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പേഴ്സൽ ബൈ വിൻഡ്. ഈ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഡിസ്പേഴ്സൽ ബൈ വിൻഡ്. സം സീഡ്സ് ആർ ബ്ലോൺ അവേ ബൈ ദ വിൻഡ്. The seeds are very light and have
tuft of hair or wings. The cotton seeds have hair and pine seeds have wings. Okay. അതായത് കോട്ടൺ സീഡ്സ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സീഡ്സിനൊക്കെ ഹെയർ പോലത്തെ സ്ട്രക്ചർ കാണും. അതുകൊണ്ടൊക്കെ ഇത് വിൻഡിലൂടെ ഇതിന് ഈസി ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡിസ്പേഴ്സൽ ബൈ വാട്ടർ. ഡിസ്പേഴ്സൽ ബൈ വാട്ടർ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ആൻഡ് സീഡ്സ് ഓഫ് ലോട്ടസ് ആർ ക്യാരിഡ് അവേ ബൈ വാട്ടർ. നിങ്ങൾക്കറിയാം കോക്കനട്ട് ഇങ്ങനെയാണ് വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കോക്കനട്ട്സ് ആൻഡ് സീഡ്സ് ഓഫ് ലോട്ടസ് ആർ ക്യാരിഡ് അവേ ബൈ വാട്ടർ. എ കോക്കനട്ട് ഹാസ് തിക്ക് കോട്ട് ഓഫ് ഫൈബർ വിച്ച് ഹോൾഡ്സ് എയർ. അതായത് കോക്കനട്ടിൻ്റെ ആ കോട്ടിൽ ഫൈബറാണുള്ളത് അല്ലേ. ആ ഫൈബറിനെ എന്ത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? എയർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ എയർ ഹോൾഡ് ചെയ്യാനുള്ള ഈ കപ്പാസിറ്റി കൊണ്ടാണ് ദിസ് helps it to float. Air holding capacity helps it to float. The fruits of lotus have spongy part. അതുപോലെ തന്നെയാണ് ഈ ലോട്ടസിൻ്റെ ഫ്രൂട്ടിനും അതെങ്ങനെയാണ്? സ്പോഞ്ചി പാർട്ടാണ്. ദാറ്റ് ഹെൽപ്സ് ഇറ്റ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ. അതെന്തിനെ സഹായിക്കുന്നു? വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് ഡിസ്പേഴ്സൽ ബൈ ആനിമൽസ്. ആനിമൽസിലൂടെ എങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് നോക്കാം. ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ആനിമൽസ് എക്സ്പെഷ്യലി ബേർഡ്സ് ഈറ്റ് ദ ഫ്ലഷി പാർട്ട് ഓഫ് സർട്ടൻ ഫ്രൂട്ട്സ് ആൻഡ് ത്രോ അവേ ദ സീഡ്സ്. നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരിപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതിൻ്റെ സീഡ് അങ്ങ് കളയും അല്ലേ. ദീസ് സീഡ്സ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്. അങ്ങനെ ഈ സീഡ് എന്താണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കളയുന്ന സീഡ് നമ്മൾ ഡിസ്റ്റൻറ്റ് പ്ലേസിലോട്ടാണ് കളയുന്നത് അല്ലേ. സം സീഡ്സ് ഹാവ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് such as hooks, spines or stiff hairs on them. They cling to the bodies of animals or to the clothing of human beings and are carried away to long distances. അതായത് ചില സീഡ്സിനൊക്കെ ഹെയർ പോലത്തെ സ്ട്രക്ചർ കാണും, ചിലതിനൊക്കെ ഹുക്ക് പോലത്തെ സ്ട്രക്ചർ കാണും. ഇത് ആനിമൽസിൻ്റെയൊക്കെ ബോഡിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സിലൊക്കെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഡിസ്റ്റൻസ് പ്ലേസിലോട്ട് ഈ സീഡ്സ് സ്കാറ്റർ ചെയ്യും. ഓക്കെ. ദിസ് ഈസ് ദ ഡിസ്പേഴ്സൽ ബൈ ആനിമൽസ്. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലോഷൻ ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എങ്ങനെയാണ് എക്സ്പ്ലോഷനിലൂടെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്? സം ഫ്രൂട്ട്സ് ഓൺ ഡ്രൈയിങ് ബേർസ്റ്റ് ഓപ്പൺ വിത്ത് എ സഡൻ ജർക്ക്. ദ സീഡ്സ് സ്കാറ്റർ ഇൻ ഓൾ ഡയറക്ഷൻ. എക്സാമ്പിൾസ് ഓഫ് സച്ച് ഫ്രൂട്ട്സ് ആർ ബാൽസം ആൻഡ് പീപ്പോഡ്. അതായത് ബാൽസം, പീപ്പോഡ് ഇതുപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ അത് എന്താണ് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേന് സ്കാറ്റർ ചെയ്ത് ഓരോ ഡയറക്ഷനിലേക്ക് അങ്ങ് പൊട്ടിത്തെറിച്ച് പോകും. ഓക്കെ. നെക്സ്റ്റ് ഈസ് പാർട്സ് ഓഫ് എ സീഡ്. സീഡിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാൻ യു സീ ദിസ്? എ സീഡ് കണ്ടെയ്ൻസ് ആൻ ഔട്ടർ കവറിങ് കോൾഡ് സീഡ് കോട്ട്. അതായത് സീഡ് ഇതൊരു സീഡിൻ്റെ സ്ട്രക്ചറാണ്. ആ സീഡിനൊരു ഔട്ടർ കവറിങ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സീഡ് കോട്ട്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ സീഡ്. ഈ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സീഡ് കോട്ടിൻ്റെ ഫങ്ഷൻ. ഇൻസൈഡ് ദ സീഡ് ദർ ആർ 1 or 2 സീഡ് ലീവ്സ് കോൾഡ് കോട്ടിലിഡൻസ്. അതായത് ദിസ് ഈസ് കോട്ടിലിഡൻസ്. ഓക്കെ. 1 or 2 സീഡ് ലീവ്സ്, ദിസ് ഈസ് കോൾഡ് കോട്ടിലിഡൻസ്. There is only a baby plant or an embryo called embryo. This is embryo. There is also a baby plant or an embryo inside the seed. The cotyledons contain the food for the baby plant. Cotyledonsilana baby plant ennulla food aanunnathu. Okay. Germination of seed. The process of changing of a seed into a new plant is called seed germination. അതായത് ഒരു സീഡിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സീഡ് ജെർമിനേഷൻ. ക്യാൻ യു സീ ദിസ്? ഇതാണ് സീഡ്. സീഡിൽ നിന്ന് ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നത്. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഓഫ് എ സീഡ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ജെർമിനേഷൻ. ഓക്കെ. കണ്ടീഷൻസ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എ സീഡ് നീഡ്സ് റൈറ്റ് എമൗണ്ട് ഓഫ് എയർ,
water, soil and warmth for germination. Okay. Oxygen. A seed needs oxygen to breathe. Seedinu oxygen വേണം breathe ചെയ്യാൻ. പിന്നെ water. A seed is usually very hard. So water softens the hard cover of the seed. It also helps to break down the food stored in the seed into simpler substance so that the nutrients can be absorbed easily. Okay. Next is soil. A seed needs soil not only to the support the plant to grow but also to get essential nutrients. സോയിലിൽ നിന്നാണ് പ്ലാന്റ്സിനുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് വാംത്ത്. എ സീഡ് നീഡ്സ് ഇനഫ് വാംത്ത്. ഇറ്റ് വിൽ നോട്ട് ജെർമിനേറ്റ് ഇൻ വെരി ഹൈ ഓർ വെരി ലോ ടെമ്പറേച്ചർ. അതായത് നല്ല ചൂടുള്ളപ്പോഴോ നല്ല തണുപ്പുള്ളപ്പോഴോ ഈ സീഡ് ഒരിക്കലും ജെർമിനേറ്റ് ചെയ്യത്തില്ല. ഇതിന് പറ്റിയ ഒരു സീഡ് നീഡ്സ് ഇനഫ് വാംത്ത്. വാംത്ത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് വേണ്ടത്. ഓക്കെ. This is your chapter 5. You study well. We will meet in the next